ഒരു കാലം വരെ മനുഷ്യന് പ്രൈവസി വേണമെന്ന് പറഞ്ഞാൽ അടച്ചുറപ്പുള്ള വീടുകൾ ഉണ്ടാക്കി എല്ലാ അകത്തളങ്ങളിലേക്ക് അടിച്ചമർത്തപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചായി. നമുക്ക് ആ ഒരു പ്രൈവസിയേക്കാൾ കൂടുതൽ ഓപ്പൺ സ്പേസ് കിട്ടണം എന്നുള്ള ധാരണയിലാണ് മനുഷ്യൻ്റെ ചിന്താഗതിയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഡബിൾ ഹൈറ്റിലുള്ള വീടുകളും വലിയ ഹാളുകളിലൊക്കെ വീടുകളും പിന്നെ ഗ്ലാസ് ഡോറുകളൊക്കെ വലിയ വിൻഡോനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വീടുകൾ ഇപ്പം വന്നു തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രാധാന്യത്തോട് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ് നമ്മുടെ ട്രസ് ഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗം. സാധാരണ എല്ലാവരും ചെയ്തു വരല ഒരു റൂഫിംഗ് ഷീറ്റ് പോലെ ഇട്ട് ജസ്റ്റ് ഇതിനെ ഒരു വൃത്തികെട്ട രൂപത്തിലേക്ക് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഉണ്ടാവില്ല. പഫ് ഷീറ്റോ അതുപോലത്തെ ഷീറ്റോ അല്ലെങ്കിൽ സ്റ്റോൺ കോട്ടഡ് ആയിട്ടുള്ള ഷീറ്റുകളോ അല്ലെങ്കിൽ ടൈലുകളോ ഓടുകളോ വിരിക്കുന്നവരുണ്ടാവാം. പക്ഷെ എന്തായാലും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കംപ്ലീറ്റ് വെർട്ടിക്കലായിട്ട് പെർഗോള രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരു 10.5 മീറ്റർ നീളം, ഏകദേശം 12 അടി നീളത്തിലുള്ള ടഫൻ ഗ്ലാസ് മുകളിലിടുന്ന രീതിയിൽ ഓരോന്നിനും ഒരു 10 സെൻറ്റിമീറ്ററിൽ താഴെ ഗ്യാപ്പ് ആക്കിയിട്ട് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പെർഗോള പോലെ സെറ്റാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2.5 പൈപ്പ് എടുത്തിട്ട് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്, എപ്പോക്സി പ്രൈമർ. ഇനി ഇത് ആംഗിളായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയാണ്. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈറ്റ് എടുത്തിട്ട് ഒറ്റ പീസിൽ തന്നെ ആംഗിളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരട്ടിയായിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കുക ചെയ്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടി പോയാണ്. അവിടെ ഒരു ലൈൻ ഇങ്ങനെ പൈപ്പ് അടിച്ചു കൊടുക്കും. ഇവിടെ നമ്മുടെ അടിയിൽ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് പാസ്സാവാതിരിക്കാൻ വേണ്ടി ഇവിടെ സിമെൻറ്റ് ബ്ലോക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് കൂടി കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊങ്ങുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ സ്പേസിലിരുന്ന ഒരു ഇത് സ്കൈ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാനും പറ്റും. നമുക്ക് ആ ഒരു സേഫ്റ്റി കൺസേൺ ഒന്നും ആവശ്യം വരുന്നില്ല ഇത്രയും വെർട്ടിക്കലായിട്ട് കാര്യങ്ങൾ വരുന്ന സമയത്തേക്ക്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം കുറച്ച് പൈസയും കൂടി കണ്ടെത്തേണ്ടി വരും. ഏകദേശം 4 ലക്ഷം രൂപയോളം ഇതിന് മുതൽ മുടക്ക് വരുന്നുണ്ട്. 94 പീസ് പൈപ്പ് വരുന്ന സമയത്തേക്ക് ഏകദേശം നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ വെറും മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ഏകദേശം 60,000 രൂപയോളം വരും. പിന്നെ അതിൻ്റെ ഫിക്സിംഗ് ചാർജ്, ലേബർ, ഡോറ്, ഹിഞ്ചസ്, മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ മുകളിൽ PU പെയിൻ്റ് അടിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ചാർജൊക്കെ വരുന്ന സമയത്തേക്ക് ഏകദേശം 4 ലക്ഷം രൂപ വേണം. അപ്പോൾ ഏകദേശം ഒരു നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ഒരു വീടിൻ്റെ പൈസ, നമ്മൾ സാധാരണ ഒരു ചെറിയ വീട് കൊടുക്കുന്ന പൈസ തന്നെ ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടി, ഒരു ഗ്രില്ല് പോലെ ചെയ്യുക അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ പെർഗോള പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ കുറച്ച് ചിക്കിളി കയ്യിലുള്ളവർ മാത്രം ഇതിനെപ്പറ്റി ആലോചിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്തത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ കോർണറുകൾ ഗ്രൈൻഡ് ചെയ്യണം, നല്ല പെർഫെക്ഷൻ വേണം, എന്നാൽ മാത്രമേ അതിൻ്റെതായ ഒരു രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഈ വർക്കൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാക്കിയിട്ട് എടുക്കുന്നതാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട്, നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നവരും വാട്സാപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഈ കാണുന്നതിൽ നമ്മൾ ചെയ്യാത്ത ഒറ്റൊരു വർക്കിൻ്റെ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ. അതൊഴികെയുള്ള ബാക്കി എല്ലാ വർക്കും നമ്മൾ നേരിട്ട് എടുക്കുന്ന വർക്കാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏകദേശം ഒരു 10-22ഓളം വീഡിയോ ചെയ്തു. ഇനിയും ഒരു 3-4 വീഡിയോയുടെ സ്കോപ്പുണ്ട്. ഒന്നിന് നടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ പുറത്തൊരു സോളാർ ലൈറ്റിൻ്റെ വർക്കിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീഡിയോക്ക് സ്കോപ്പുള്ളതാണ്. ഏകദേശം 209 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഈ ഒരു സമയം വരെ ഉള്ളതിൽ ഏകദേശം 11%, അതായത് നെടുന്തൂണായിട്ട് നിൽക്കുന്ന എൻ്റെ വീഡിയോയിൽ, എൻ്റെ യൂട്യൂബ് കരിയറിൽ ഏറ്റവും നല്ലൊരു പാർട്ടായിട്ടുള്ളൊരു വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഈ ഒറ്റ കട്ടിങ്ങിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 3.5 മീറ്റർ 12 അടിയാണ് നമ്മൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ നീളം വരുന്നത്. ആ മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ചെറിയൊരു സ്പേസ് മാത്രം ഈ എൻഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം. ഇനി അധികം പറഞ്ഞ് കാട് കയറുന്നില്ല. ഏതായാലും വർക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഏതായാലും അതിൻ്റെ ഫോളോ അപ്സിലേക്ക് പോയി. ഇപ്പോൾ ഈ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോയാണ്. ഈ ഒരു ഭാഗം വെൽഡിങ് അടിക്കണം. ഇന്നലെ 50 പീസ നമ്മൾ മുറിച്ചിട്ട് വെൽഡ് ചെയ്യാൻ പറ്റിയത്. 3 ആൾക്കാർ വർക്ക് ചെയ്തപ്പോൾ ഇന്ന് ഒരാൾ കൂടി കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ന് തന്നെ കട്ടിങ് ചെയ്ത് ഇത് എൽ ഷേപ്പിലേക്കുള്ളത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്കുള്ള അളവും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സെറ്റപ്പിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഒരു ഡോർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്പേസിൽ ഈ വരുന്ന ഇവിടെ ഇങ്ങനെയായിട്ട് ആ ഡോർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുൾ എൽ ഷേപ്പിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് അവിടെ വരെ വരേണ്ട ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ മാസ്റ്ററായിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം നമ്മളിവിടെ മാറ്റി വെക്കും. ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തെടുക്കില്ല, കാരണം നമുക്ക് ഇത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ 90 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്ലാസ്സിന് പ്രൊജക്ഷൻ വരണം, അപ്പോൾ 90 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 60 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഫസ്റ്റിലത്തെ അതിൻ്റെ സെൻറ്റർ വരും. പിന്നെ എല്ലാം 90 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്, കാരണം 3 അടിയുടെ കറക്റ്റ് ഗ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്ക് ഇവിടുന്ന് എത്രത്തോളം ആ സെൻറ്റർ വരുന്നുണ്ടോ നോക്കിയിട്ട്
ഇപ്പോൾ ഓരോ എല്ല് ഇപ്പോൾ 90 ടു സെൻറ്റർ 90 വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യും, പിന്നെ അടുത്ത സെറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഏകദേശം ഒരു 10-11 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് വരുന്നുണ്ട്. 1-7 എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് സൈഡിലേക്ക് ആക്കിയിട്ടാണ് എൻ്റെ ക്ലയൻറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇവിടെ വരെ വരുന്ന സമയത്തേക്ക് 12 ഫീറ്റിൻ്റെ കറക്റ്റ് ഗ്ലാസ്സാണ്. ഇത്ര മാത്രമേ പ്രൊജക്ഷൻ വരുന്നുള്ളൂ നമുക്കിപ്പോൾ. അപ്പോൾ ആ ഒരു പ്രൊജക്ഷനിൽ എന്തായാലും ഷെയ്ഡ് അവിടെ നിന്ന് എന്തായാലും ചാറ്റിൽ മഴ വരുന്ന സമയത്തേക്ക് ചാറ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കതിൽ കൂടുതലുള്ള ഇപ്പോൾ 14 ഫീറ്റിൻ്റെ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് കൂടും. നമ്മളിപ്പോൾ 13 എടുത്താലും 14 കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 12 തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത്ര ഒരു ഗ്യാപ്പ് ഇടും. ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെൽഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടാലും നമ്മൾ ഇവിടെ വരുന്ന വെള്ളം ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പിന്നീട് ഇത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു സിമെൻറ്റ് ബ്ലോക്ക് വെച്ച് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പീസിൻ്റെ മുകളിൽ പ്ലാസ്റ്റിങ് ചെയ്ത് ഇവിടെ ടൈലും വിരിച്ച് ഈ ഒരു കട്ടയിൽ ടൈല് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള വെള്ളം വരുന്ന ഒഴിവാകുകയും ചെയ്യും. ഇവർക്ക് സ്മൂത്തായിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ അവർ ഫ്രീഡത്തോടു കൂടി അവരെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ തന്നെ പറ്റും. ശരിക്കും ഇപ്പോൾ ഇവിടെ ഒരു ചാർക്കോൾ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ അപ്പുറത്തൊരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്, അവിടെ പുകയൊക്കെ പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നതും ഒരു ചെറിയൊരു മീറ്റപ്പും അവരൊരു ഫാമിലി ലിവിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്കാവും. അപ്പോൾ ഞാനേതായാലും ഇവിടെ ഇങ്ങനെ മാർക്കിംഗ് ഇട്ടിട്ട് ഈ ഒരു ആദ്യം ഒരു പൈപ്പ് ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു സൈഡിലും അവിടെ വരുന്ന സമയത്തേക്ക് ഒരു പൈപ്പ് സെറ്റാക്കി ആ പൈപ്പിൻ്റെ മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വെൽഡിങ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കുകയും ചെയ്യും. നമുക്ക് ചെറിയൊരു അകലുള്ള വ്യത്യാസം ഉണ്ടാകും. കാരണം ഈ വാള് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഒറ്റ പീസ് പോലും നീളം വ്യത്യാസമുള്ള ഒരു രീതിയിൽ നമ്മളൊരു ആദ്യം ഒരു പീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് എഴുതിയതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ആ വാളിൽ ഇങ്ങനെ ബെൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വരാനുള്ള ഒന്ന് ഉള്ളോട്ട് ഒന്ന് പുറത്തോട്ടേക്കാവും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗ്രില്ലിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രീതി തന്നെ ഇവിടെയും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മളെ ബേസാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ തന്നെ എല്ലാം ഉണ്ടാവും, എല്ലാത്തിൻ്റെ ആംഗിളും അതിൻ്റെ ചരിവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹൈറ്റ് ഓരോ ഭാഗത്ത് ആ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഓരോന്ന് വെച്ച് നോക്കിയാണ് ഇതിൻ്റെ ഈ അകലം മനസ്സിലാക്കാൻ വേണ്ടി. അതിന് ശേഷം ഇവിടുന്ന് ഒരു ബ്ലൂ അടിക്കും, ഇവിടുന്ന് ഒരു ബ്ലൂ അടിക്കും, അങ്ങനെ സെറ്റാക്കുക. ഇവിടെ ആ ഒരു ഭാഗത്തായിട്ട് 6 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് 2 എയർ കവള് കൊടുത്തിട്ടുണ്ടോ, അതെന്തിനാണെന്നറിയും. ആ ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തുള്ള ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്ത സംവിധാനം അത്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഈ വീട്ടിൻ്റെ സ്ട്രക്ചറൽ ടൂർ എന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ആ എയർ സക്ക് ചെയ്ത് കളയുന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്കൈലൈറ്റും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സൈഡിലേക്കും അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്തേക്കും ഇതൊന്ന് കാണിക്കറ, ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എയർ കവളൊക്കെ ഇട്ടിട്ട് അകത്ത് മെഷൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു കൊതുക് പോലും അകത്ത് വരാത്ത രീതിയിൽ അകത്തും അതുപോലെ മെഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഹൈറ്റിലും കയറിയിട്ട് മെഷ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ആ സ്ട്രക്ചറൽ ടൂറിൻ്റെ ആ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് ചെയ്തതൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിലെ കൂടി ഇങ്ങനെ നമുക്ക് അകത്തെ കൂടിയാണ് ചൂട് ഒഴിഞ്ഞു പോവുക. എയർ ഹോൾസൊക്കെ അകത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിലും അതിലുണ്ട് കേട്ടോ, ഒന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ ഇതാ ഒരേ എല്ല് എടുത്ത് വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നുണ്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി പൊങ്ങും, കാരണം നമ്മളിവിടെ ഒരു 8 ഇഞ്ച് ഒരു സിമെൻറ്റ് ബ്രിക്കിൻ്റെ ഹൈറ്റും പിന്നെ ഈ ഒരു പൈപ്പിൻ്റെ ഹൈറ്റും നമ്മൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ 2 ടൈല് വെക്കേണ്ട ഹൈറ്റും പിന്നെ അതിൻ്റെ സിമെൻറ്റ് ഫിറ്റിങ്ങിൻ്റെ കല്ല് നിൽക്കാനുള്ള സിമെൻറ്റ് കാരണമല്ലോ ആ ഹൈറ്റും കൂടി കൂട്ടി വെച്ചിട്ട് അത് സെറ്റ് ചെയ്യുക. പിന്നെ ലെവൽ വെച്ചിട്ട് ഇതിൻ്റെ ആംഗിളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ എല്ലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് അളവ് എടുത്തിട്ടുണ്ട്, മാർക്കിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അളവിലേക്ക് പോകുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും 18.5 സെൻറ്റിമീറ്റർ. 18.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഈ ഒരു അളവുള്ളത്. 18 സെൻറ്റിമീറ്റർ. നമുക്ക് അവിടെ അപ്പുറത്തും കൂടി പോയി നോക്കാം, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്തേക്ക് ഒന്ന് കുറച്ച് മാറ്റാം. കേട്ടോ 17.5 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഇവിടെ മാർക്കിംഗ് പോലെ 1 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വാള് അത്രയും മാറ്റമുണ്ടെന്ന് മനസ്സിലായി. ഒന്നിക്ക് വാള് അല്ലെങ്കിൽ ഈ സ്ലാബ് രണ്ടിലേതോ ഒന്ന് മാറ്റമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഈ 2 ലൈൻ കണക്കാക്കിയിട്ട് ബ്ലൂ അടിച്ചിട്ടാണ് സെറ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ മാറാനുള്ള സാധ്യതയില്ല. ബ്ലൂ മാർക്കിങ് ചെയ്യാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ ബ്ലൂ മാർക്കിങ് ചെയ്തു. ഇനി ഇത് കണക്കാക്കിയിട്ട് നമ്മൾ ഫ്ലാറ്റ് വെച്ചിട്ട് ഫിറ്റാക്കി കൊടുക്കും. 4x4 MS ഫ്ലാറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഈ വാളിൻ്റെ എൻഡ് വരുന്നത്. ഇതുവരെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെവൽ വരെ ഇങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓരോന്നായിട്ട് 1.30 അളവ് വരും, അതിങ്ങനെ സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഡ്രില്ല് ചെയ്യും, ഒരാൾ ബോൾട്ട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കണക്കാക്കും. കാരണം അവിടെ ഒരു സിമെൻറ്റ് കട്ട നമ്മൾ പറഞ്ഞില്ല, അത് ഇതിനിങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ അത് 2 കട്ടയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഹൈറ്റ് ഒരുപാട് കൂടി പോകുന്നതുകൊണ്ടും ആ ഒരു പൈപ്പിൻ്റെ മുകളിലേക്ക് വരുന്നതുകൊണ്ടും മാത്രമാണ് നമ്മൾ
സിംഗിളിലേക്ക് മാറ്റിയത്. ഇത്രയും ബോൾട്ട് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വെയിറ്റ്, ഇത്രയും വെയിറ്റ് അതിൻ്റെ മുകളിൽ വരും, പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന ഗ്ലാസിൻ്റെ വെയിറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ വേണം താങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമൽ ലെവലിൽ ഇതിലേക്ക് ഡയറക്റ്റ് അടിക്കുന്നതെങ്കിൽ ഇത്ര കൊടുക്കില്ലായിരുന്നു, കാരണം ടച്ച് ചെയ്ത് ബാക്കിയുള്ള ടച്ച് ചെയ്ത് അടിച്ചാൽ മതിയാവുമല്ലോ. ഇതിപ്പോൾ കുറച്ച് പൊങ്ങി നിർത്തുന്നതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ തന്നെ ചെയ്യുന്നത്. ആള് 9 ഇഞ്ച് കണക്കാക്കിയിട്ട് അവിടെ നിന്ന് മുറിക്കുന്നുണ്ട്. അത് ഇവിടെ ഇതുപോലെ 2 സൈഡ് ലെവൽ കണക്കാക്കിയിട്ട് നമ്മൾ ആ നേരത്തെ ആ ബ്ലൂ ലൈനിന് മാച്ച് ആവുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുക, ഈ ഒരു പൈപ്പ്. പരമാവധി ഇതിൻ്റെ ഹൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പം 2.40 അഥവാ 8 അടിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അധികം വരുന്ന ലക്ഷറി ടാക്സ്, പിന്നീട് വരുന്ന എക്സ്ട്രാ ടാക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 8 അടിയിൽ താഴെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വാട്ടർ ലെവൽ ചെയ്യുന്നുണ്ട്. വാട്ടർ ലെവൽ ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കും. 2.5 ഒരു പൈപ്പ് ഇങ്ങനെ മുകളിൽ വെച്ച് നോക്കിയാണ് ആ ലെവലിലേക്ക്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ സ്ഥലത്തും ആ ഒരു പൈപ്പ് തന്നെ അടിച്ചു കൊടുക്കും. താഴെ വർക്കിംഗ് നടന്നുകൊണ്ടേ ഉണ്ട്. ഇവിടെ നമ്മളൊരു ടെമ്പററി സ്കഫോൾഡിങ് ആക്കി. കാരണം നമുക്കിവിടെ ഹൈറ്റ് ഇത്രയും ദൂരം പാസ് ചെയ്ത് അടിക്കണം, ഓരോ പീസും അടിക്കേണ്ടതല്ല. നമ്മളിപ്പോൾ സ്കഫോൾഡിങ് ആകുമ്പോൾ മാറ്റിക്കൊണ്ടേ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ഹൈറ്റ് ഉണ്ടാക്കി മാറ്റിയത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് നേരെ മാർക്കിങ് ചെയ്ത് ഓരോ പീസ് എടുത്തിട്ടും വെച്ച് പോകാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈക്വലായിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ചിട്ട് ഇപ്പുറത്തായിട്ട് 2 ഫ്ലാറ്റ് അടിച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇറക്കി കൊടുക്കും. കാരണം 90 സെൻറ്റിമീറ്റർ കറക്റ്റിലാണ് നമ്മൾ ഗ്ലാസ് കൊണ്ടുവരിക. പിന്നീട് അളവ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കിട്ടാണ്ടായിപ്പോൾ ജോയിൻറ്റിൽ സിലിക്കോൺ അടിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരും. ഇപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ എല്ല് കണ്ടോ ഒന്നുകൂടി വെച്ച് നോക്കും. നേരത്തെ നമ്മൾ ഈ ഒരു അകലാണ് നോക്കിയിട്ടുണ്ടായത്, ഇവിടെ നോക്കിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെവൽ നോക്കണം. കാരണം അതിപ്പോൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോപ്പ് ഇവിടെ സ്പിറ്റ് ലെവൽ ചെയ്യുമ്പോൾ ആ സ്ലോപ്പ് അവിടെ വരും. അല്ലാണ്ട് നമ്മൾ അത് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ലെവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാദ്യം ഒന്ന് സ്പിറ്റ് ലെവൽ ചെയ്യും, എന്നിട്ട് അവിടെ വരുന്ന ആ ഒരു സ്ലോപ്പ് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള സ്ലോപ്പേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അളവേ ഉള്ളൂ. കാരണം ഗ്ലാസ് ആണ്, എന്തായാലും വെള്ളം ഒഴുകി പോയിക്കോളും. കൂടുതലായാൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ സ്ലോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു മാർക്കിംഗ് ഇടുന്നുണ്ട്. ഇവിടെ ആ സമയത്ത് സ്പിറ്റ് ലെവൽ കറക്റ്റ് ആയിരിക്കണം. എൻ്റെ ഇത് വെർട്ടിക്കൽ അല്ലാണ്ട് അളവ് മാറിയിട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ വൃത്തികേടായിരിക്കും. ഇതെൻ്റെ ഞാൻ അന്നേരം ഉപയോഗിക്കുന്ന ഒരു ചോക്ലേറ്റ് മാർക്കർ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ടൂൾസിൻ്റെ കാര്യങ്ങൾ അധികം ആൾക്കാരും ചോദിക്കലുണ്ട്. ഇനിയിപ്പോൾ ബ്ലൂ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. മുകളിൽ ബോൾട്ട് അടി ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ അടിഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് കുറച്ചുകൂടി പൊക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കൊരു സ്ക്വയർ ട്യൂബ് അടിച്ചു കൊടുക്കുന്നുണ്ട്, 2.5 തന്നെ. പിന്നെ അതിലേക്ക് ടച്ച് ആവുന്ന രീതിയിലാക്കാന്ന് ഇങ്ങനെ എല്ലാം അടിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള പട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും അടിച്ചിട്ടുണ്ട്. 8 എണ്ണമാണ് അവിടെ കൊടുത്തുള്ളത്. ഒരു 1.30 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തുള്ളത്. നമ്മളതങ്ങനെ സ്ട്രെയിറ്റ് അടിച്ചു പോയി. അതുപോലെ തന്നെ താഴെ അടിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി പോയാണ്. ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് വെൽഡ് ചെയ്ത് വരും കേട്ടോ. ഇങ്ങനെ ഓരോ പീസായിട്ട് വെൽഡ് ചെയ്ത് അതിന് ഗ്യാപ്പ് കറക്റ്റാക്കി കൊണ്ടുവരും. അപ്പോൾ ഇതുവരെ പോകുമ്പോൾ നല്ല സമയം എടുക്കും. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ആകെ നമുക്ക് ഇതടിച്ച് അത് വെക്കാനും ഈ ടെമ്പററി ഈ ഒരു ഹൈറ്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ എന്തായാലും എനിക്കൊന്ന് 2 ദിവസം കൂടി നമ്മൾ വർക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പം നല്ല നട്ടുച്ച സമയമാണ്, പക്ഷേ വെയിൽ കുറവാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇത് വടക്ക് സൈഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൻ്റെ ഈ ഒരു ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല സുഖമാണ്. അപ്പോൾ ഇവർക്ക് ഈ ഗ്ലാസ് ആക്കി കഴിഞ്ഞാൽ പകല് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല ഡ്രസ്സൊക്കെ ഒരു അയ കെട്ടിയിട്ട് ഇവിടെ ഇടുകയാണെങ്കിൽ ഇപ്പോൾ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഉണക്കിക്കഴിഞ്ഞാൽ കോട്ടനൊക്കെ കുറച്ചുകൂടി ലൈഫ് കിട്ടുമല്ലോ. അതും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഒരു 40 സെൻറ്റിമീറ്റർ വരും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പീസ് ഡിവൈഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ സെൻറ്റർ മുതൽ അതുവരെ ഒരു 90 സെൻറ്റിമീറ്റർ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 90. അപ്പോൾ നമ്മൾ ആ ഒരു 90 വരുന്നത് ഇപ്പോൾ ആദ്യം അടിക്കുന്നത്. കാരണം ഗ്ലാസിൻ്റെ സെൻറ്ററിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സിലിക്കോൺ അടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. പിന്നീട് വരുന്ന ഈ ഗ്യാപ്പാണ് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 7 പീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ വരുന്ന സമയത്തേക്കും അങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എല്ലാം പോകുന്ന സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ളത് ഒരു 2-3 mm മാറിയാലും നമുക്ക് വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഈ സംഭവം കണ്ട് ഇത് മാറിക്കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ജോയിൻറ്റ് കിട്ടാണ്ടായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചു. ഇവിടെ ഇങ്ങനെ ആ 90ൻ്റെ ഗ്യാപ്പ് വെച്ചില്ല, ആ ഗ്യാപ്പിൽ ഓരോന്നായിട്ട് എടുത്ത് വെച്ചു.
ഇതുകൊണ്ട് നമ്മളെ ഇതിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന സമയത്തേക്ക് നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ തൽക്കാലം നിർത്താൻ വേണ്ടിയിട്ട് ടോപ്പിലൊരു പൈപ്പ് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകലം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് നമ്മളിപ്പോൾ ചരിഞ്ഞ് പോകുന്നൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അതിപ്പോൾ അഴിച്ചിട്ട് നമ്മൾ ഇവിടത്തേക്ക് അടിച്ചു കൊടുക്കും. പിന്നെ ഇവിടത്തേക്കുള്ള പീസായി ഇപ്പോൾ ഷോർട്ട് വന്നത്. അതിപ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ വന്നതല്ല, ഇത് ഇത്രയും വേസ്റ്റേജ് നമ്മൾ ലെങ്ത്ത് വൈസ് വന്നപ്പോൾ ഇങ്ങനെ വേസ്റ്റേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി ജോയിൻ ചെയ്ത് അടിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളേതായാലും അതിന് മുതിരുന്നില്ല. ആ ഒരു പീസ് ബാലൻസ് വന്നതുകൊണ്ടാണ് മാത്രമാണ് 2 ലെങ്ത്ത് എടുക്കേണ്ടതായിട്ട് വന്നത്. അല്ല പിന്നെ കറക്റ്റായിരുന്നു, നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പം ഒരു സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ട് ടൈൽ വെക്കേണ്ട ഒരു ഗ്യാപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അടിയിൽ സിമെൻറ്റ് വരും, ഇവിടെയും സിമെൻറ്റ് വരും, പിന്നെ ടൈലും വരും. അപ്പോൾ അതിലൊരു ഗ്യാപ്പാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിലും ടൈൽ വരും. ഇവിടെ ഇരിക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനാണ്. നല്ല വെയിലുള്ള സമയത്തായാലും ഇവിടെ അങ്ങനെ വെയിൽ നമുക്ക് അധികം എഫക്റ്റ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് സൺലൈറ്റ് വന്നാൽ തന്നെ ഈ ഗ്യാപ്പിലെ കൂടിയല്ലേ വരൂ. ഇപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ആംഗിളായിട്ട് വരുന്നൊക്കെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ തട്ടിയിട്ട് പോകുന്ന സമയത്തേക്ക് ഇവിടെ നല്ല ഷെയ്ഡായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഗാർഡൻ മെഷൊക്കെ വരുമ്പോൾ കാണുന്നില്ല, ഗാർഡൻ മെഷ് ഇപ്പോൾ ശരിക്കും നെറ്റാണെങ്കിലും അതിൻ്റെ അകത്തെ കൂടി വരുന്ന സമയത്തൊക്കെ നമുക്ക് ചൂട് കുറയുന്നില്ല. അതുപോലെ തന്നെ ഒരു എഫക്റ്റ് ചെയ്തതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസുള്ളവർക്ക്, ഇത് താങ്ങാൻ പറ്റുന്നവർക്കൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ്. ഒന്നാമത് ഇത് പണി നീങ്ങുന്നില്ല. മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൈറ്റിൽ ഒരാൾ നിൽക്കണം, അവിടെ ഒരാൾ എടുത്തു കൊടുക്കാൻ നിൽക്കണം, അവിടെ ഒരു വെൽഡർ നിൽക്കണം, ഇവിടെ ഒരു വെൽഡർ നിൽക്കണം. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന്, പിന്നെ ഒരാൾ കട്ട് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെ 4 ആൾ കൃത്യമായിട്ട് വേണം. 4 ആളും ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം കൂടി ഇതിലുണ്ട്. അപ്പോൾ അതും കൂടി ഓക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എങ്ങനെയായാലും നമുക്ക് 4 ആളെയും ഒരേ ടൈം എൻഗേജ്ഡ് ആയിട്ട് ഈ ഒരു വർക്കിന് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു പ്രോബ്ലം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡോറിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവണമെങ്കിൽ അതാ ഈ ഒരു ഭാഗം പോയാൽ മനസ്സിലാവും. ഈ ഒന്നാമത്തത് കണ്ടു കഴിഞ്ഞാൽ അവസാനത്തെ എൻഡിലുള്ളത് കാണില്ല. അത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ ലൈനപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്തേക്ക് ഇതാ സ്ട്രെയിറ്റ് ലെവലിലുള്ള അങ്ങനെ തന്നെ മുകളിലുള്ളത് കേട്ടോ. അത്രയും നല്ലൊരു ഭംഗി തന്നെ കിട്ടും. ശരിക്കും ഇത് നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയതാണ്. നല്ല ആംഗിൾ കാണുന്ന വ്യൂ ഉള്ള സ്ഥലങ്ങളിൽ നോക്കിയിട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഏരിയൽ വ്യൂ വരുന്നത്. ശരിക്ക് ആദ്യത്തതിലൊരു 30 സെൻറ്റിമീറ്റർ ഗ്ലാസ് കടന്നിട്ട് വരും, പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരും, പിന്നെ അതിന് ശേഷം ഓരോന്ന് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് അങ്ങ് പോകും. നല്ല ഭംഗിയുണ്ടാവും. അതിനിപ്പോൾ വൈറ്റ് പെയിൻറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ഒരു ഇതെടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളിതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ലോപ്പേ കൊടുത്തുള്ളൂ. പക്ഷേ ഒരു 2 ഇഞ്ചിൽ താഴെയുള്ള ഒരു അളവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്ട്രൈറ്റ് അടിച്ചതിൻ്റെ ഒരു എഫക്റ്റ് കൂടി കൂടുതലായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിൽ കൂടി നടന്ന് കാണിച്ചു തരാം. വളരെ സ്മൂത്താണ്. ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ആംഗിൾ കാണിച്ചു തരാം. അത് വരുന്ന സമയത്തേക്കും നമുക്കിതാ ഇങ്ങനെ എൻഡിലത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ എൻഡിലത് കാണില്ല. അത്രയും പെർഫെക്റ്റ് ലെവലിലുള്ള വാട്ടർ ലെവൽ. അതുപോലെ തന്നെ ഈ കോർണർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കോർണർ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എൻഡിലുള്ള കോർണർ കാണില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് തന്നെയാണ് കേട്ടോ. അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, പെട്ടെന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഇതൊരു 10:1 പൈപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇത് ഇത്തിരി ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 40ഓളം പണി ഇപ്പം തന്നെ ആയി. ഇനിയിപ്പോൾ ഡോറിൻ്റെ കുറച്ച് വർക്ക് കൂടി പെൻഡിങ് ഉണ്ട്. അതിൽ കുറച്ച് നമ്മളിപ്പോൾ 94 ലെങ്ത്ത് പൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ലെങ്ത്തിൻ്റെ ഒരു ഷോട്ട്. കുറേ ജോയിൻറ്റ് വരുന്നതൊക്കെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു, ലെങ്ത്ത് വൈസ് ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ജോയിൻറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു പാർട്ടി. അപ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കി. നമുക്കും അതിൻ്റെതായ ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടി. ജോയിൻറ്റ് ചെയ്യണ്ടല്ലോ. 2 ലെങ്ത്ത് വരാണ്ട് അതും കൂടി ഒന്ന് സെറ്റാക്കാണ്ട് മെറ്റീരിയൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം 2 mm തിക്നെസ് ഉള്ള ടാറ്റയുടെ തന്നെ ഉപയോഗിച്ചുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്ത GI കട്ടിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ വിൻഡോ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാറ്റയുടേതാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ISI പഞ്ചിങ് കാര്യങ്ങൾ തിക്കെല്ലാം ഇങ്ങനെ പഞ്ചായിട്ട് തന്നെ ഉണ്ടാവും. അതിപ്പോൾ നമ്മളൊരു പെയിൻറ്റ് ചെയ്താലൊന്നും പോകില്ല. പുട്ടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വരച്ച് പെയിൻറ്റൊക്കെ ചെയ്താലേ പോകും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ നമുക്ക് മെയിനായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒന്ന് PU പെയിൻറ്റ് അടിക്കണം. വൈറ്റ് കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൂടി കൊടുക്കും. അപ്പോൾ ക്ലയൻറ്റിനൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ആട്ടോ പിടുത്തൊന്നുമില്ല. നിങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്നും അനങ്ങുന്നൊന്നുമില്ല. പക്ഷേ പുള്ളി പറഞ്ഞു അത് ഒരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തതെന്നുള്ളത്. നമ്മൾ സീലിങ്ങിലായിട്ട് അടിക്കാമെന്നുണ്ട്. അവിടെ നിന്ന് ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു വ്യൂവിൻ്റെ ആ ഒരു കോർണർ അടിച്ചതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. നമ്മളത് ടോപ്പിലായിട്ട് 2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ
എന്താ പറയുക, ഒരു കാക്കക്കൂട് സ്റ്റേഡിയം തന്നെ റെഡിയായി. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് അടിപൊളിയായി കേട്ടോ. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇതിൽ പോളികാർബണിലേക്ക് കടന്നേക്കും. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് നോർമൽ ക്ലാസ് ആയിരുന്നു, അല്ലെങ്കിൽ ടഫൺ ക്ലാസ് അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം മാറ്റിയിട്ട് നമ്മളിപ്പം ഇതിലേക്ക് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ പോളികാർബണിലേക്ക് കിടക്കും. കാരണം ഇത്രയും അടുത്ത് വന്നതുകൊണ്ട് നമുക്ക് പോളികാർബൺ ഇടുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരില്ല, ബെൻഡൊന്നും ആവാനുള്ള സാധ്യതയില്ല. അകലം വരുമ്പോൾ സമയത്താണ് പോളികാർബൺ ബെൻഡാവും. അപ്പോൾ ഒരു 3 mm തിക്നെസ് ഉള്ളത് നോക്കി വാങ്ങിയാണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ കോർണറൊക്കെ നോക്കി അത്രയും ഷാർപ്പിലുള്ളതാ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓരോന്നും ഈക്വൽ നമ്മളൊരു ഫാക്ടറി മേഡ് പോലെ ആക്കിയെടുത്തു. നല്ല സമയം പിടിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് മറ്റുള്ള ചാർജുകൾ ഉൾപ്പെടെ ഒരു 5 ലക്ഷം മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതുപോലൊരു സ്റ്റേഡിയം വീട്ടിൽ പണിയാം. അടിപൊളി സ്റ്റേഡിയം, നല്ല ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഒരു പബ്ലിക്കാണെന്ന് ചോദിച്ചാൽ പബ്ലിക്കാണ്, പ്രൈവസി ആണെന്ന് ചോദിച്ചാൽ പ്രൈവസി ഉണ്ട് താനും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഒരു ശരിക്കും ഒരു ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗി വരുമായിരുന്നു. കാരണം ആ ഒരു കോർണറും ഇതിൻ്റെ എഡ്ജൊക്കെ കാരണം വീട്ടിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് വരുന്നൊരു ഭാഗമാണ്. നല്ല വയലും നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കില്ല ബാക്കിയുള്ള വർക്ക് എന്ന് പറയുന്നത് ഗ്ലാസ്സുകളും അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കലൊക്കെയാണ്. അതിലിപ്പോൾ ഞാൻ ഏതായാലും കാണിക്കുന്നില്ല. പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ PU പെയിൻറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, പിന്നെ സ്പ്രേ നമ്മൾ മാറ്റിയിട്ട് ബ്രഷ് കൊണ്ട് റോളർ കൊണ്ട് അടിക്കാമെന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്തു. കാരണം റോളർ അല്ലാണ്ട് നമ്മളിപ്പോൾ ബ്രഷ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആവും. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമലിൽ നിന്ന് ഒരു 6 ലിറ്ററോളം എക്സ്ട്രാ കാണേണ്ടി വരും നമ്മൾ ഈ വേസ്റ്റ് ആവുന്നത് മാത്രം. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേറെ തന്നെ ആയിരിക്കും. ഓട്ടോ കോട്ട് പ്രൈമർ അടിച്ച് അതിലേക്ക് PU പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കംപ്ലീറ്റ് നമ്മൾ റോളറിൽ ചെയ്യേണ്ട ഉദ്ദേശമാണ്. റോളറിൽ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡാകുമ്പോൾ കുറച്ച് തിന്നർ ആഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. അതിൻ്റെ ശരിയായ ഒരു മിക്സിങ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പെട്ടെന്ന് ഇതിൽ കോട്ടിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്തേക്കാണ് നമ്മൾ കുറച്ച് ബ്രഷിൻ്റെ മുകളിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും, നല്ല ചൂടുവാണെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രശ്നം പിന്നെ ഭാവിയിൽ കാണിക്കാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ പെയിൻറ്റ് മെല്ലെ മെല്ലെ പൊളിഞ്ഞ് അടർന്ന് പോവും. ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. സ്പ്രേ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കുറക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെയും ചേഞ്ചസ് വരുത്തി. അപ്പോൾ ഗ്ലാസിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത്ര അടുത്തിടുന്നപ്പോൾ നമുക്ക് വലിയ ഒറ്റ ഷീറ്റ് തന്നെ ഇടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കവറായി കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആ പ്രൊജക്ഷനിൽ ഒരു 6-8 ഇഞ്ചോളം നമ്മൾ വലിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിപ്പം അത്രയും പോളികാർബൺ നീട്ടി വെക്കുമ്പോൾ ഒരു പ്രോബ്ലം ആയേക്കോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ലെങ്ത്തിലിടുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് എൻ്റെ ഒരു സ്ക്രൂവും കൂടി കൊടുത്ത് സിലിക്കോൺ കൂടി ഇട്ട് അതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപോലെ നല്ല വൃത്തിയിൽ വരികയാണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും വരാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ കഴിയില്ല, നമ്മൾ ഏകദേശം 2 ആഴ്ചയോളം മെനക്കെട്ടു. അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അല്ല, നമ്മൾ അത്രയും ഈ ഷോർട്സുകളൊക്കെ നിങ്ങൾ കാണുന്നത് കുറേ ദിവസങ്ങളിലുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.